ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് റവല്യൂഷനെ കുറിച്ചാണ്. The Chinese Revolution. The Chinese Revolution was a revolution against monarchy and foreigners. ഒരേ സമയം തന്നെ ചൈനീസ് റവല്യൂഷൻ രാജവാഴ്ചയ്ക്കും അതേപോലെ തന്നെ വിദേശാധിപത്യത്തിനും എതിരായിരുന്നു. ഇറ്റ് വാസ് എ റെവല്യൂഷൻ അഗൻസ്റ്റ് monarchical rule and at the same time that of foreign domination in China. ചൈനയിലെ രാജവാഴ്ച ഉണ്ടായിരുന്നതിനെതിരെയും വിദേശ മേധാവിത്വത്തിന് എതിരെയുമായിരുന്നു. From time immemorial, the Westerners, especially Europeans, had trade relations with China. During that time, Chinese silk, tea and earthenware had a great demand in Western Europe. It was the chief item of trade. ചൈന പണ്ടു തൊട്ടേ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു വിപണന കേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രമായിരുന്നു. ചൈനയുടെ സിൽക്ക്, ചൈനീസ് സിൽക്കും തേയിലയും അതോടൊപ്പം തന്നെ അവിടുത്തെ മൺപാത്രങ്ങളും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയിരുന്നു. As a result of which, China earned enough wealth from this trade or export of these articles. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കയറ്റി അയക്കുക വഴി ചൈന വലിയ സമ്പത്ത് നേടിയിരുന്നു. ഇറ്റ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ലോസ് ടു വെസ്റ്റേൺ യൂറോപ്പ്. ഇത് യൂറോപ്പിന്റെ പണം ചൈനയിലേക്ക് ഒഴുകുന്നതിന് കാരണമായി. അപ്പൊ യൂറോപ്പിന് ഇത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഇൻ സച്ച് സിറ്റുവേഷൻസ്, ടു കോമ്പൻസേറ്റ് ദിസ് ഇക്കണോമിക് ലോസ്, ദേ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് ഓപ്പിയം ട്രേഡ്. ഇതിന് പകരമായി ഈ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടി ചൈനയിലേക്ക് അവര് ഓപ്പിയം എന്ന് പറയുന്ന ലഹരി മരുന്ന് എത്തിക്കുന്നതിന് ഇടയാക്കി. ഇറ്റ് അഫക്റ്റഡ് ബോത്ത് ഇക്കണോമിക്കലി ആൻഡ് മെന്റലി ദി ചൈന ആൻഡ് ചൈനീസ് പീപ്പിൾ. ഇത്തരം ലഹരി മരുന്ന് ചൈനയിലേക്ക് പാശ്ചാത്യർ കൊണ്ടുവന്ന് ധനം സമ്പാദിച്ചത് ചൈനക്കാരെ സാമ്പത്തികമായും ചൈനീസ് ജനതയുടെ മാനസികമായും വലിയ തിക്തഫലങ്ങൾ ഉണ്ടാക്കി. ഇറ്റ് ക്രിയേറ്റഡ് എ സബ്ജുഗേഷൻ ടു ദി ഫോറിനേഴ്സ്. ഇത് ചൈനക്കാരുടെ സബ്ജുഗേഷന്, അടിമത്വത്തിന്, ചൈനക്കാരെ വിദേശീയർക്ക് ഈ മയക്കുമരുന്നിന്റെ പേരിൽ അടിമകളാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ദിസ് വാസ് വൺ ഓഫ് ദി റീസൺ ഫോർ ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് വിപ്ലവത്തിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ്, ഓപ്പിയം ട്രേഡ്. ഫസ്റ്റ് റീസൺ അതാണ്, ഓപ്പിയം ട്രേഡ്. ഓപ്പിയം ട്രേഡ് എന്ന് പറഞ്ഞാൽ കറുപ്പിന്റെ വ്യാപാരം. കറുപ്പ് എന്ന പേരാണ്, കറുപ്പ് എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെ വ്യാപാരം. അപ്പോ വിദേശീയരായ വെസ്റ്റേൺ യൂറോപ്യൻസ് ചൈനയിലേക്ക് ഓപ്പിയം കൊണ്ടുവരികയും അത് വിൽക്കുകയും ചെയ്യുന്ന രീതി, ഓപ്പിയം ട്രേഡ് അഡോപ്റ്റ് ചെയ്തു. ഇത് ചൈനയെ എങ്ങനെ സ്വാധീനിച്ചു? അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഇക്കണോമിക്കലി ആൻഡ് മെന്റലി. എക്കണോമിക്കലായിട്ടും മെന്റലായിട്ടും ദോഷകരമായി ബാധിച്ചു. ഇതാണ് ഒരു കാരണം. സെക്കൻഡ്, ദി ഓപ്പൺ ഡോർ പോളിസി ഓഫ് ദി USA. അമേരിക്കയുടെ ഓപ്പൺ ഡോർ പോളിസി. രണ്ടാമത്തെ കാരണം ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. അമേരിക്ക സ്വീകരിച്ച തുറന്ന വാതിൽ നയം. Majority of the Western countries had established, Western European countries had established their authority over China. But the USA had no influence in China during that time. In such a situation, in order to establish their domination in China, the US authority declared the famous open door policy. ഇപ്പൊ ചൈനയിലെ
പാശ്ചാത്യ യൂറോപ്യൻ ശക്തികൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരൊരു അവസ്ഥയിൽ അമേരിക്കയ്ക്കും അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക ഒരു പുതിയ നയം സ്വീകരിച്ചു. ആ നയത്തിന്റെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓർ ഡിക്ലെയർഡ് ബൈ ജോൺ ഹെൻറി, ദി സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA, the then state secretary of USA. In order to acquire privileges in China, John Henry, the then state secretary of USA, declared the open door policy. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹെൻറി തുറന്ന വാതിൽ നയം അഥവാ ഓപ്പൺ ഡോർ പോളിസി പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കൻ റവല്യൂഷന്റെ ചൈനീസ് വിപ്ലവത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. എന്താ ഈ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഓപ്പൺ ഡോർ പോളിസി? അക്കോർഡിംഗ് ടു ഇറ്റ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർഗ്യൂഡ് ദാറ്റ് almost all nations of this world have equal rights in China, equal rights and opportunities in China or in Chinese market. അവർ പ്രഖ്യാപിച്ച നയം ഇതാ. ആരുടെയും കുത്തകയല്ല ചൈന. They argued that all countries of this world have equal rights and opportunities in China. ഇതാണ് ഓപ്പൺ ഡോർ പോളിസി. അതായത് ചൈനയിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒന്നുപോലെ അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട്. കുറെ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല, കൈയടക്കി വച്ചിരിക്കുന്ന പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങൾക്കും ചൈനയിൽ അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഓപ്പൺ ഡോർ പോളിസി. ദി മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ഫോറിൻ ഇന്റർഫിയറൻസ് ഓർ ഇൻഫ്ലുവൻസ് ആൻഡ് ഡോമിനേഷൻ. ചൈന ഭരിച്ചിരുന്ന ചൈനയിലെ രാജവംശമായിരുന്ന മാഞ്ചു രാജവംശം വിദേശ മേധാവിത്വത്തെയും വിദേശ ആധിപത്യത്തെയും അംഗീകരിക്കുന്നവരായിരുന്നു. ദേ അക്സെപ്റ്റഡ് ഓൾ ദീസ് ഡിമാൻഡ്സ്. ഈ വിദേശികളുടെ എല്ലാ ഡിമാൻഡുകളെയും അംഗീകരിച്ചു. ഇറ്റ് ബിക്കെയിം എ പ്രോമിനന്റ് കോസ് ഓഫ് ദി ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് ചൈനയിലെ ഭരിച്ചിരുന്ന മാഞ്ചു രാജാക്കന്മാര് വിദേശീയരെ സഹായിക്കുന്ന സമീപനം, പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ സം സീക്രട്ട് സൊസൈറ്റീസ് ഡെവലപ്ഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ആൻഡ് ദേ റിവോൾട്ടഡ് അഗൻസ്റ്റ് ദി മാഞ്ചു റൂളേഴ്സ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ചൈനയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ രഹസ്യമായി, പരസ്യമായി പറ്റത്തില്ലായിരുന്നു, ഭരണാധികാരികൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുള്ളതുകൊണ്ട് രഹസ്യ സംഘടനകൾ പലയിടത്തായി സ്ഥാപിച്ചു. ദേ വേർ നോൺ ആസ് ബോക്സേഴ്സ്. അവരെ വിളിച്ചിരുന്നത് ബോക്സേഴ്സ് എന്നാണ്. ബോക്സർ, അതായത് നമ്മൾ കണ്ടുള്ള ബോക്സേഴ്സ്. ദേ ക്ലെയിംഡ് ദാറ്റ് ദെയർ പവർ ഈസ് ഇൻ ദെയർ ഫിസ്റ്റ്. തങ്ങളുടെ ശക്തി ഫിസ്റ്റിലാണ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ടാണ് അവരെ ബോക്സേഴ്സ് എന്ന് വിളിച്ചത്. കോട്ടെ ബോക്സർമാരെന്ന പേരിൽ വ്യത്യസ്ത രഹസ്യ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. And they conducted a revolt against the Manchu rulers. And this rebellion is known as Boxer Rebellion. ഇവരുടെ വിപ്ലവത്തെ 1900 മാഞ്ചു ഭരണാധികാരികൾക്കെതിരെ, വിദേശീയരെ സഹായിക്കുന്ന ചൈനീസ് ഭരണാധികാരികളായ മാഞ്ചു ഭരണാധികാരികൾക്കെതിരെ 1900 ഈ ബോക്സേഴ്സ് ഒരു വിപ്ലവം നടത്തി. അതിനെ ബോക്സർ റെബല്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ബോക്സർ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബട്ട് ഇറ്റ് വാസ് എ ഫെയിലുവർ. ഇറ്റ് വാസ് റൂത്ത്ലെസ്ലി സപ്രസ്ഡ് ബൈ ദി മാഞ്ചു റൂളേഴ്സ്. മാഞ്ചു ഭരണാധികാരികൾ ഈ വിപ്ലവത്തെ നിഷ്കരുണം അടിച്ചമർത്തി. However, it inspired the Chinese people to rise in revolt against the monarchs and at the same time foreigners in later course. ഇത് പരാജയപ്പെട്ടെങ്കിലും, ഈ വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് രാജവാഴ്ചയ്ക്കെതിരെ പോരാടുന്നതിനും വിദേശീയർക്കെതിരെ പോരാടുന്നതിനും ചൈനക്കാർക്ക് പ്രചോദനമേകിയ വിപ്ലവമാണ് ബോക്സർ റെബല്യൻ 1900. In 1911,
ഇതേ തുടർന്ന് 1911 another rebellion took place in China under the leadership of Dr. Sun Yat-sen. 1911 ബോക്സർ റിബല്യന് ശേഷം, ബോക്സർ വിപ്ലവത്തിന് ശേഷം 1911 11ാമത്തെ വർഷത്തിൽ വീണ്ടും ഒരു വിപ്ലവം ചൈനയിലുണ്ടായി. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൻ യാത് സെൻ. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സൻ യാത് സെൻ ആയിരുന്നു. It was against the Manchu dynasty. In this revolution, Chinese Revolution of 1911, rule of Manchu dynasty was ended. ഈ വിപ്ലവത്തിലൂടെ ചൈനയിലെ രാജവാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന മാഞ്ചു ഭരണത്തിന് അന്ത്യം കുറിച്ചു. മാഞ്ചു രാജവംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ആൻഡ് ഹിസ് പാർട്ടി, കുമിന്താങ് പാർട്ടി, ഡോക്ടർ സന്യാസന്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ ചൈന. ഇൻ സൗത്ത് ചൈന or in southern China, they established a republican government under the leadership of Dr. Sun Yat-sen. കുമിന്താങ് പാർട്ടിയുടെ നേതാവായിരുന്ന ഡോക്ടർ സൻ യാത്-സെന്റെ നേതൃത്വത്തിൽ 1911 വിപ്ലവത്തിന് ശേഷം തെക്കൻ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് സ്ഥാപിക്കപ്പെട്ടു. സൻ യാത്-സെൻ ചൈനീസ് ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരാളാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഹിസ് 3 പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിന്റെ ഈ 3 സിദ്ധാന്തങ്ങൾ, 3 ഐഡിയോളജീസ്: നാഷണാലിസം, ഡെമോക്രസി, സോഷ്യലിസം. 3 പ്രിൻസിപ്പിൾസ് ഓഫ് സൻ യാത്-സെൻ. സൻ യാത്-സെന്റെ 3 പ്രിൻസിപ്പിൾസ്, സന്യാസന്റെ 3 ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ. ഏതൊക്കെയത്? നാഷണാലിസം, ഡെമോക്രസി, സോഷ്യലിസം. നാഷണാലിസം, ഡെമോക്രസി, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എന്താ നാഷണാലിസം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്? ചോദിക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കണം. 3 പ്രിൻസിപ്പിൾസ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ. നാഷണാലിസം ബൈ വിച്ച് ഹി aimed to expel the Manchu dynasty by creating nationalism or patriotism among the Chinese. ചൈനക്കാരുടെ ഇടയിൽ ദേശീയത വളർത്തി ചൈനയിലെ മാഞ്ചു രാജവംശത്തിന്റെ ഭരണം ഇല്ലായ്മ ചെയ്യുക. And at the same time to expel the imperial power from China. അതുപോലെ തന്നെ ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മറ്റ് വിദേശ ശക്തികളെയും പുറത്താക്കുക. ഇതായിരുന്നു നാഷണാലിസം കൊണ്ട് സൻ യാത്-സെൻ അർത്ഥമാക്കിയത്. ബൈ നാഷണാലിസം ഹി എയിംഡ് ടു എക്സ്പെൽ ദി മാഞ്ചു റൂളേഴ്സ് ഫ്രം പവർ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഫോറിൻ ഓർ ഇമ്പീരിയൽ പവേഴ്സ് ഫ്രം ചൈന. ദേശീയത എന്ന വാക്കുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്, അദ്ദേഹത്തിന്റെ ഐഡിയോളജി കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്, ചൈനീസ് ഭരണാധികാരികളായിരുന്ന മാഞ്ചു ഭരണാധികാരികളെ, രാജാക്കന്മാരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുകയും വിദേശ ആധിപത്യം ഇല്ലായ്മ ചെയ്യുകയും ആയിരുന്നു. ഡെമോക്രസി കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്, രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്, എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ ഓർ എ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് എ ഗവൺമെന്റ്. അതിന്റെ സ്ഥാനത്ത് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും പുറത്താക്കിയതിനു ശേഷം അതിന്റെ സ്ഥാനത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണം സ്ഥാപിക്കുക, റിപ്പബ്ലിക്കൻ മാതൃകയിലുള്ള ഭരണം സ്ഥാപിക്കുക. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഡെമോക്രസി കൊണ്ട്. ദെൻ സോഷ്യലിസം, ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. സോഷ്യലിസം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയതാ, ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദി ലാൻഡ് ഈക്വലി. മൂലധനത്തെ നിയന്ത്രിക്കുക, ഭൂമി തുല്യമായി വിതരണം ചെയ്യുക. These are the 3 principles or ideologies of Sun Yat-sen: nationalism, democracy and socialism. When he became ruler, അദ്ദേഹം ഭരണാധികാരിയായതോടുകൂടി, സൻ യാത്-സെൻ ഭരണാധികാരിയായതോടുകൂടി, he nullified unjust treaties with foreign countries. വിദേശ രാജ്യങ്ങളുമായി മാഞ്ചു രാജാക്കന്മാരുണ്ടാക്കിയ നീതിപൂർവകമല്ലാത്ത എല്ലാ ഉടമ്പടികളും റദ്ദാക്കി. This Kuomintang party, under the leadership of Dr. Sun Yat-sen, nullified
നള്ളിഫൈഡ് ഓൾ അൺജസ്റ്റ് ട്രീറ്റീസ് വിത്ത് ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയ നീതിപൂർവകമല്ലാത്ത എല്ലാ ഉടമ്പടികളും റദ്ദാക്കി. കുമിന്താങ് പാർട്ടി ഇംപ്രൂവ്ഡ് agriculture and industry. They adopted several measures to improve the agriculture sector and industrial sector of China. ഈ പുതിയ ഗവൺമെന്റ് ചൈനയുടെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം, സന്യാസിന്റെ ഭരണപരിഷ്കാരങ്ങളോ ഐഡിയാസും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. What are the important reforms and ideologies of ഡോക്ടർ സന്യാസൻ അല്ലെങ്കിൽ കുമിന്താങ് പാർട്ടി എന്ന് ചോദിച്ചാൽ, കുമിന്താങ് പാർട്ടിയുടെ അല്ലെങ്കിൽ സന്യാസിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളാണ്. Kumintang party, or under the leadership of Dr. Sannyasin, adopted several measures to improve agriculture sector and industrial sector. കാർഷിക വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ആവശ്യമായ പല നടപടികളും ഈ പുതിയ ഗവൺമെന്റ് സ്വീകരിച്ചു. ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റഷ്യ ഇൻ സച്ച് എ സിറ്റുവേഷൻ, or under the Kumintang government in China, Chinese Communist Party was established with the help of Russia. ഈ അവസരത്തിലാണ്, കുമിന്താങ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന അവസരത്തിലാണ്, ഡോക്ടർ സന്യാസിന് നേതൃത്വം വഹിക്കുന്ന അവസരത്തിലാണ് ചൈനയിൽ റഷ്യയുടെ സഹായത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. And Sannyasin adopted a policy of cooperating with this communist party, Chinese Communist Party. Or Kumintang party, under the leadership of Dr. Sannyasin, adopted a policy of cooperation with the Chinese Communist Party. Chinese Communist പാർട്ടിയുമായി സഹകരിക്കുന്ന നിലപാടാണ് തുടക്കത്തിൽ ആര് സ്വീകരിച്ചത്? കുമിന്താങ് പാർട്ടിയും അതിന്റെ നേതാവായിരുന്ന ഡോക്ടർ സന്യാസനും. But later, after the death of Sannyasin, Chiang Kai-shek became the ruler. സന്യാസിന്റെ മരണശേഷം കുമിന്താങ് പാർട്ടിയിലെ മറ്റൊരു നേതാവായിരുന്ന ചിയാങ് കൈഷക്ക് ചൈനീസ് ഭരണാധികാരിയായി. When he became ruler, he turned against the Chinese Communist Party. സന്യാസിന്റെ നയം മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ തിരിഞ്ഞു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ തിരിഞ്ഞു. He ascertained military autocracy. സൈനിക ആധിപത്യത്തിലുള്ള ഒരു ഭരണമാണ് ചിയാങ് കൈഷക്ക് പിന്നീട് ചൈനയിൽ നടപ്പിലാക്കിയത്. He gave opportunity to foreigners including USA. നേരത്തെ എന്തിനു വേണ്ടി ആണോ 1911 വിപ്ലവം നടന്നത്, ആ വിപ്ലവത്തിന്റെ ആശയത്തിനെതിരായി വിദേശ ശക്തികളെ സഹായിക്കുന്ന സമീപനം ചിയാങ് കൈഷക്ക് സ്വീകരിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള കോള്, അയൺ ആൻഡ് സ്റ്റീൽ, ബാങ്കിംഗ്, ഫോറിൻ ട്രേഡ് എക്സെട്ര വെയർ ഓപ്പൺ ടു ഫോറിനേഴ്സ്. പ്രധാന റിസോഴ്സായ ചൈനയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളായ കൽക്കരി, ഇരുമ്പ്, ഉരുക്ക്, ബാങ്കിംഗ് മേഖല, വിദേശ വ്യാപാരം എന്നിവയൊക്കെ വിദേശികൾക്ക് തുറന്നുകൊടുത്തു. Those who protested against it were brutally suppressed. ചൈനീസ് ജനത ഇതിനെതിരെ ശക്തമായി, ആരൊക്കെ ശക്തമായി എതിർത്തോ അവരെയൊക്കെ നിഷ്കരുണം അമർ ചെയ്തു. At that time, in such a situation, in such a worsened situation, Mao Zedong became the leader of Chinese Communist Party. ഈ അവസരത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തനായ ഒരു നേതാവുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് മാവോ സേതൂങ്. In such a situation, under the leadership of Mao Zedong in 1934, a journey started from Jiangxi in South China and ended in Yan'an in North China. അദ്ദേഹം ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ലോങ് മാർച്ച് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ലോങ് മാർച്ചിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇതാണ്: In 1934, Chinese Communist Party leader Mao Zedong organized a long journey from Jiangxi in South China to Yan'an in North China. 1934
മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് ദക്ഷിണ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച് ഉത്തര ചൈനയിലെ യാനൻ എന്ന് പറയുന്ന സ്ഥലത്തുവരെ നടത്തി. During the course of this march, they seized out agricultural villages from landlords and distributed among farmers. വെറുതെ ഒരു മാർച്ച് നടത്തിയതല്ല. This journey covered around 12,000 kilometers. 12,000 കിലോമീറ്ററോളം നീണ്ടുനിന്ന ഒരു യാത്രയാണ്. മാസങ്ങളും വർഷങ്ങളും എടുത്തുള്ള യാത്രയാണ്. 12,000 കിലോമീറ്റർ കാൽനടയായി. അപ്പൊ അത്തരത്തിൽ നടന്നു വരുന്ന അവസരത്തിൽ ദേ സീസ്ഡ് അഗ്രികൾച്ചർ വില്ലേജസ് ഫ്രം ലാൻഡ് ലോഡ്സ്. വരുന്ന വഴി ഭൂപ്രഭുക്കന്മാരിൽ നിന്നും കാർഷിക ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പസെറ്റ്സ്. എന്നിട്ടത് കർഷകർക്ക് വിതരണം ചെയ്തു. ദിസ് ഇവന്റ് ഇൻ ചൈനീസ് ഹിസ്റ്ററി ഈസ് നോൺ ആസ് ദി ലോങ് മാർച്ച്. ഈ സംഭവത്തെയാണ് ചൈനീസ് ചരിത്രത്തിൽ ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. And the capital was also captured. Chiang Kai-shek sought political asylum in Taiwan. ദുഷ്ടനായ ഭരണാധികാരിയായിരുന്ന ചിയാങ് കൈഷക്കിനെ ഭരണാധികാരം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ചൈനയിൽ നിന്നും. തൈവാനിൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടി. ദി റെഡ് ആർമി അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ് ക്യാപ്ചേർഡ് പവർ. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി, ചുവപ്പ് സേന അധികാരം പിടിച്ചെടുത്തു. ഈ അധികാരം പിടിച്ചെടുത്ത അവസരത്തിൽ ചിയാങ് കൈഷക്ക് തൈവാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി പലായനം ചെയ്തു. ചൈന ബിക്കെയിം ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ചൈന ഒരു പുതിയ പേര് സ്വീകരിച്ചു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേര് സ്വീകരിച്ചു ഓൺ October 1, 1949. And a government under Mao Zedong was established. A communist government was established in China under Mao Zedong. അത്തരത്തിൽ ചൈന ഒരു പുതിയ രാജ്യമായി. ആ പുതിയ രാജ്യത്തിന്റെ പേരാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 October 1949 അണ്ടർ മാവോ സേതുങ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ 1949 ഒക്ടോബർ മാസം 1 തീയതി ഒരു ഗവൺമെന്റ് ചൈനയിൽ സ്ഥാപിക്കപ്പെട്ടു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ. മുമ്പ് പറഞ്ഞു ഡോക്ടർ സന്യാസിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ, സന്യാസന്റെ റിഫോംസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പോളിസികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പെടുന്നത് നാഷണാലിസം അല്ലെ. നാഷണാലിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഒപ്പോസിഷൻ അഗൻസ്റ്റ് മൊണാർക്കി ആൻഡ് ഫോറിനേഴ്സ് അല്ലെ. രാജവാഴ്ചയ്ക്കും വിദേശീയർക്കും എതിരായിരുന്നു. ഡെമോക്രസി രണ്ടാമത്തേത്. ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്, ദാറ്റ് ഈസ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. സോഷ്യലിസം, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എമംഗ് ദി peasants or the common people and to reduce private property. സ്വകാര്യ സ്വത്ത് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. I introduced several measures in the progress of agriculture and industry. കാർഷിക വ്യവസായ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം നിരവധി നടപടികൾ സ്വീകരിച്ചു. ആൻഡ് ഹി കോഓപ്പറേറ്റഡ് വിത്ത് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അദ്ദേഹം സഹകരിച്ചു പോയി. ഇതാണ് ഡോക്ടർ സന്യാസിനെ കുറിച്ച് പറയാനുള്ളത്. ചിയാങ് കൈഷക്കിന്റെ കാര്യം പറയുമ്പോൾ ഹി വാസ് ഇൻ ഫേവർ ഓഫ് ഫോറിനേഴ്സ്. അദ്ദേഹം വിദേശീയർക്ക് അനുകൂലമായിരുന്നു. ആൻഡ് ഹി വാസ് ഒപ്പോസ്ഡ് ടു കമ്മ്യൂണിസം. അദ്ദേഹം വിദേശീയരെക്കാൾ എതിർത്തത് കമ്മ്യൂണിസ്റ്റുകളെയാണ്. ആൻഡ് ഫോളോഡ് എ പോളിസി ഓഫ് മിലിറ്ററി ഓട്ടോക്രസി. സൈനിക സ്വേച്ഛാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെന്റാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ സന്യാസനും ചിയാങ് കൈഷക്കും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. അതിൽ 5 റെവല്യൂഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ അമേരിക്കൻ റെവല്യൂഷൻ, സെക്കൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ, തേർഡ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ഫോർത്ത് റഷ്യൻ റെവല്യൂഷൻ, ഫിഫ്ത്ത് ചൈനീസ് റെവല്യൂഷൻ.
അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. ഇതിന്റെ എല്ലാ നോട്ടും ഓരോ ചോദ്യങ്ങളും പുസ്തകം വായിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ച് ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസറും സ്വന്തമായിട്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നീട് പഠിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അത് ആൾറെഡി നിങ്ങളുടെ മനസ്സിലായി കഴിഞ്ഞു. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം പുസ്തകം കൂടെ വായിക്കുക, വീണ്ടും വീഡിയോ കാണുക, പുസ്തകം വായിക്കുക, ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ ഭാഗത്തു നിന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടെത്തി എഴുതുക. ഞാൻ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ടേബിൾ അയച്ചിട്ടുണ്ട്. ആ ടേബിളിൽ അതിന്റെ സംക്ഷിപ്ത രൂപം, ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള സംക്ഷിപ്ത രൂപം അതിനകത്തിലുണ്ട്. അത് പ്രത്യേകമായി സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.